നമസ്കാരം. അഡോൾഫ് ഹിറ്റ്ലർ വീണ്ടും തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു. കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. കാരണം അഡോൾഫ് ഹിറ്റ്ലർ എത്രയോ പതിറ്റാണ്ട് മുമ്പ് മരിച്ചതാണ്. പിന്നെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുക എന്നായിരിക്കും പലരും ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇത് വേറൊരു ഹിറ്റ്ലറാണ്. അഡോൾഫ് ഹിറ്റ്ലർ ഉനോന എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. നമീബിയയിൽ അവിടുത്തെ ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലാണ് ഇയാൾ മത്സരിക്കുന്നത്. ഏതാണ്ട് 20 വർഷത്തോളമായി ഇയാൾ നിരന്തരമായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അഡോൾഫ് ഹിറ്റ്ലർ ഉനോന ആകട്ടെ തൻ്റെ പേരിനെക്കുറിച്ച് താൻ കൂടുതൽ ഗൗരവകരമായി ചിന്തിക്കാൻ തുടങ്ങിയത് കുറേ നാൾ മുമ്പ് മാത്രമാണ് എന്നാണ് ഇയാൾ പറയുന്നത്. നമീബിയയിൽ ഒരു കാലത്ത് ധാരാളം ജർമ്മൻ കോളനികളുണ്ടായിരുന്നു. അന്ന് വന്ന ചില ആളുകൾ ഇപ്പോഴും അതവരുടെ പിൻഗാമികളോട് അവശേഷിക്കുന്നുണ്ട്. അവരാണ് തങ്ങളുടെ ഒരു കാലത്തെ നേതാവായിരുന്ന നാസികളുടെ തലവനായിരുന്ന ജർമ്മൻ ചാൻസലറായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ പേര് പലർക്കും നൽകിയിട്ടുള്ളത്. അങ്ങനെയാണ് തൻ്റെ പിതാവ് തനിക്കും തൻ്റെ ഇഷ്ടനായകൻ്റെ പേര് നൽകിയത് എന്നാണ് ഈ അഡോൾഫ് ഹിറ്റ്ലർ ഉനോന ഇപ്പോൾ പറയുന്നത്. എന്നാൽ പലപ്പോഴും തിരഞ്ഞെടുപ്പുകൾക്ക് അദ്ദേഹം ഈ ഹിറ്റ്ലർ എന്നുള്ള പേര് ഉപയോഗിക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത്. അഡോൾഫ് എച്ച് എന്നാണ് പലപ്പോഴും നാമനിർദ്ദേശ പത്രികയിൽ അദ്ദേഹത്തിൻ്റെ പേരുള്ളത്. എന്നാൽ ഇയാളുടെ ശരിക്കുള്ള പേര് അഡോൾഫ് ഹിറ്റ്ലർ ഉനോന എന്ന് ജനങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കിയത്. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നാണ് ഉനോന പറയുന്നത്. തൻ്റെ ഭൂരിപക്ഷം ഓരോ തവണയും വർദ്ധിക്കുകയും താൻ വളരെ മികച്ച വിജയം നേടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അഡോൾഫ് ഹിറ്റ്ലർ ഉനോന പറയുന്നത്. 1930കളിലും 40കളിലുമൊക്കെ തന്നെ ജർമ്മൻകാർ അവിടെ കോളനികൾ സ്ഥാപിച്ച കാലത്ത് തദ്ദേശീയരായ നാട്ടുകാരെ നിരവധി പേരെ കൊന്നു തള്ളിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇത് ഇപ്പോഴും നമീബിയ മറന്നിട്ടില്ല. ഇതിന് പ്രത്യുപകാരമായി അല്ലെങ്കിൽ ഇതിന് പ്രതിഫലമായി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മൻ സർക്കാർ വലിയൊരു തുക നമീബിയയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിൽ പോലും അവർ അത് നിഷേധിക്കുകയായിരുന്നു. എന്നാൽ പുതിയ അഡോൾഫ് ഹിറ്റ്ലർ ഉനോന ആകട്ടെ തൻ്റെ പേര് ഒരു തരത്തിലും തന്നെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കുകയില്ല എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. മാത്രമല്ല തനിക്ക് ലോകം കീഴടക്കാനെന്നും അഡോൾഫ് ഹിറ്റ്ലറെ പോലെ യാതൊരു ഉദ്ദേശവുമില്ല എന്നും തൻ്റെ നാട്ടിലെ പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് തനിക്ക് കൂടുതൽ താല്പര്യം എന്നുമാണ് ഇദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. തൻ്റെ ഭാര്യ തന്നെ അഡോൾഫ് എന്നാണ് വിളിക്കാറുള്ളതെന്നാണ് ഇയാൾ പറയുന്നത്. കുട്ടിക്കാലത്ത് തൻ്റെ പേരിനെക്കുറിച്ച് താൻ അധികം ചിന്തിച്ചിരുന്നില്ല എന്നും പിന്നീടാണ് ആളുകൾ തന്നെ കളിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പേരിലുണ്ടായ പ്രശ്നം എന്താണെന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായതെന്നും ഇയാൾ പറയുന്നു. ഹിറ്റ്ലർ എന്നുള്ളത് ഒരുപക്ഷെ ജർമ്മനിയിൽ ഒരു സാധാരണ പേരായിരിക്കാനാണ് സാധ്യത. അങ്ങനെ ജർമ്മൻ വംശജര ആളുകൾ തിങ്ങിപ്പാർക്കുന്ന നമീബിയയിൽ ഹിറ്റ്ലറുടെ പേര് തന്നെ പലരും നൽകിയിരിക്കാം. പക്ഷേ ഇദ്ദേഹം തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഇറങ്ങിയതുകൊണ്ട് മാത്രമായിരിക്കാം കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള പേരുള്ളൊരു നേതാവ് തങ്ങളുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നും ഇത്തരത്തിൽ ഇവിടെയുള്ള ആളുകൾക്കെതിരെ ജർമ്മൻ സൈന്യം അന്നും ആക്രമണം നടത്തിയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമീബിയ എന്ന രാജ്യത്തിൻ്റെ ഒരുപാട് നാശനഷ്ടങ്ങൾക്ക് ജർമ്മനി ഉത്തരവാദിയായിരുന്നു എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ആണ് ജർമ്മനി ഇവിടെ കോളനികൾ സ്ഥാപിക്കുകയും ഇവിടെ അധിനിവേശം നടത്തുകയൊക്കെ തന്നെ ചെയ്തത്. ഏതായാലും നാളെയാണ് നമീബിയയിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതായാലും നമ്മുടെ ഈ ഹിറ്റ്ലർ ഇത്തവണയും വിജയിക്കും എന്ന് തന്നെയാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. കാരണം അദ്ദേഹം വളരെ ജനകീയനായ വ്യക്തിയാണ്. ഈ പേര് അദ്ദേഹത്തെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളും വിശ്വസിക്കുന്നത്.